10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് വന്നതോടെ പല തട്ടിപ്പുകാരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഭരണത്തിൻ്റെ മറവിൽ വലിയ കച്ചവടം നടത്താൻ നേതാക്കൾ തന്നെയാണ് മുന്നിലുള്ളത്. കണ്ണൂരിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് കോൺഗ്രസ് നേതാവാണ്. മന്ത്രി സണ്ണി ജോസഫിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരിയുടെയും DCC ഓഫീസിൻ്റെയും വ്യാജ സീലും ഒപ്പ് നൽകിയായിരുന്നു തട്ടിപ്പ്. പലരിൽ നിന്നായി 6 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തതെന്നാണ് വിവരം. കക്കാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP മുരളിക്കെതിരെ DCC നേതൃത്വം പോലീസിൽ പരാതി നൽകി. വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്ന ആക്ഷേപം. 5 പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 6 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ പലരിൽ നിന്നായി തട്ടിയെടുത്തത്. കോൺഗ്രസ് കക്കാട് മണ്ഡലം പ്രസിഡന്റാണ് ആരോപണ വിധേയനായ TP മുരളി. കോൺഗ്രസ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിലും സഹകരണ ബാങ്കിലും ജോലി നൽകാമെന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം. ഇതിനായി കണ്ണൂർ DCC ഓഫീസിന്റെ സീലും മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ചന്ദ്രൻ തില്ലങ്കേരിയുടെ വ്യാജ ഒപ്പും സീലും ഉപയോഗപ്പെടുത്തി. ജോലി ഉറപ്പിച്ചതായുള്ള കത്തിലാണ് ഒപ്പും സീലും രേഖപ്പെടുത്തിയത്. കൂടാതെ വിശ്വാസം പിടിച്ചുപറ്റാൻ കോർപ്പറേഷൻ തൊഴിലാളികളുടെ യൂണിഫോം ഉൾപ്പെടെയും നൽകി. ശേഷം കോൺഗ്രസ് UDN നേതാക്കളെ ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടു. പണം നൽകിയവർക്ക് ജോലി കിട്ടാതായതോടെയാണ് വഞ്ചിക്കപ്പെട്ട വിവരം പുറത്തറിയുന്നത്. പിന്നാലെ ഒപ്പും സീലും വ്യാജമാണെന്ന് കാണിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ചന്ദ്രൻ തില്ലങ്കേരിയും പോലീസിൽ പരാതി നൽകി. തളിപ്പറമ്പ് അത്താഴക്കുന്ന് സ്വദേശികളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. അതേസമയം സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. വാങ്ങിയ പണം തിരിച്ചു നൽകുമെന്ന മുരളിയുടെ വാഗ്ദാനമാണ് ഇതിന് കാരണമെന്നാണ് വിവരം. തൊഴിൽ വാഗ്ദാനം ചെയ്തു നൽകിയ കത്തിലെ സീൽ DCC ഓഫീസിലെ തന്നെയാണെന്നാണ് മുരളിയുടെ വാദം. താൻ പണം വാങ്ങിയിട്ടില്ലെന്നും കോർപ്പറേഷനിൽ ജോലിയുണ്ടായിരുന്ന ശരത് എന്നയാൾക്ക് 6 ലക്ഷം രൂപ പലരിൽ നിന്നായി വാങ്ങിക്കൊടുത്തുവെന്നും ഇയാൾ പറയുന്നു. ഓഫീസിലെ ചിലർ തന്നെ ബലിയാടാക്കിയതാണെന്നാണ് മുരളി പറയുന്നത്. News 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.